കർണാടക സ്പെഷ്യൽ ഉദ്ദീന കടുബു ആവിയിൽ വേവിച്ച നല്ലൊരു പലഹാരമാണ്. ഇതിനുവേണ്ടി അരി തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം. അരി ആദ്യം നന്നായിട്ടൊന്ന് കഴുകണം. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. വെള്ളമൊക്കെ വലിഞ്ഞ് അരി ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തരിതരിയായിട്ട് ഇതിനെ പൊടിച്ചെടുക്കാം. പുട്ടുപൊടിയുടെ പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ. പുട്ടിന് ഇടയുന്ന അരിപ്പയിൽ കൂടി ഇതിനെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. ഇനിയും അരക്കപ്പ് ഉഴുന്നിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് നന്നായിട്ടൊന്ന് കഴുകി കുതിർക്കാൻ വെക്കാം. മാവ് അരയ്ക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ നമ്മൾ തയ്യാറാക്കിയ ആ അരി കൊണ്ടുള്ള റവയും കുതിർക്കാൻ വേണ്ടി വെക്കാം. 1/2 കപ്പ് റവയാണ് 1/2 കപ്പ് ഉഴുന്നിന് ചേർത്തത്. ഉഴുന്നിലേക്ക് 1/4 കപ്പ് ചോറ് അതല്ലെങ്കിൽ അവല് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല കട്ടിയിൽ വളരെ കുറച്ച് വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. നമ്മൾ കുതിർക്കാൻ വെച്ച ആ അരിയുടെ റവ വെള്ളത്തിൽ നിന്നും പിഴിഞ്ഞെടുത്ത് ഇങ്ങനെ ഉഴുന്നുമാവിലേക്ക് ചേർക്കണം. 1/4 കപ്പ് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി അതും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി 8 മണിക്കൂർ ഇതിനെ ഒന്ന് പുളിച്ച് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പം നന്നായിട്ട് മാവ് പുളിച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും 1 ടീസ്പൂൺ നല്ല ജീരകവും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും 1/2 കപ്പ് തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒരു കട്ടിയിൽ വേണം നമ്മുടെ മാവിരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയും എണ്ണമയം പുരട്ടി ഒരു വാഴയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി വെക്കാം. ആവിയിൽ സാധാരണ ഇഡ്ഡലിയൊക്കെ വേവിക്കുന്നത് പോലെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കർണാടക പലഹാരം തയ്യാറായി.